ആമിൽ അൽ റസൂൽ അധ്യായം 17. പൗലോസും സീലാസും അംഫിപോലിസ്, അപ്പോലോന്യ എന്നീ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് തെസ്സലോനിക്കായിൽ എത്തി. അവിടെ ജൂതരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവായി ചെയ്യാറുള്ളതുപോലെ അവിടെ ചെന്ന് 3 സാബത്തുകളിൽ കിതാബുൽ മുഖദ്ദിസ് ആധാരമാക്കി അവരോട് സംവാദം നടത്തി. അൽ മസീഹ് അദാബ് സഹിക്കുകയും മൗത്തായവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക ആവശ്യമായിരുന്നുവെന്ന് അവൻ വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്ന ഈ ഈസ തന്നെയാണ് അൽ മസീഹ്. അവരിൽ ചിലർ ഇത് മനസ്സിലാക്കി പൗലോസിൻ്റെയും സീലാസിൻ്റെയും കൂടെ ചേർന്നു. ദീനികളായ ഒരു വലിയ കൂട്ടം യുനാനികളും മുഷറഫായ കുറുമ്പകളിൽ അനേകരും ഈമാൻ അർപ്പിച്ചു. എന്നാൽ ജൂതർ കിബിർ കൊണ്ട് ചന്തസ്ഥലത്ത് മിനക്കെട്ടു നടക്കുന്ന ചില ദുഷ്ടന്മാരെ ഒരുമിച്ച് കൂട്ടി മദീനയിൽ ഖിലാഫത്തുണ്ടാക്കി. അവർ ജാസോൻ്റെ ബൈത്തിൽ തള്ളിക്കയറുകയും റസൂലുമാരെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു. പൗലോസിനെയും സീലാസിനെയും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസോനെയും ചില അഹുമാരെയും മദീനയുടെ മുദീറുമാരുടെ അടുക്കലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുവന്ന് അവർ വിളിച്ചു പറഞ്ഞു, ദുനിയാവിനെ കലഹിപ്പിച്ചവർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. ജാസോൻ അവരെ വിരുന്നുകാരായി കബൂലാക്കിയിരിക്കുന്നു. ഈസ എന്ന മറ്റൊരു മലിക്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഖൈസറിൻ്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നു. ഇത് കേട്ട് മദീനയുടെ മുദീറുമാരും ജനക്കൂട്ടവും ബേജാറിലായി. പിന്നീട് അവർ ജാസോനെയും മറ്റുള്ളവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു. രാത്രിയായപ്പോൾ അഹ്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും ബെറോവയിലേക്ക് അയച്ചു. അവർ അവിടെ എത്തി ജൂതരുടെ പള്ളിയിലേക്ക് പോയി. ഈ സ്ഥലത്തെ ജൂതർ തെസ്സലോനിക്കായിൽ ഉള്ളവരെക്കാൾ മുഷറഫായിരുന്നു. ഇവർ ഏറെ മശീഹത്തോടെ കലിമ കബൂൽ ചെയ്തു. അവർ പറഞ്ഞത് ഹക്ക് ആണോ എന്ന് അറിയുവാൻ കിതാബുൽ മുഖദ്ദിസ് ദിവസം തോറും പരിശോധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അനേകം ആളുകൾ ഈമാൻ കബൂൽ ചെയ്തു. അവരിൽ മുഷറഫായ യുനാനി ഹുർമകളും അനേകം പുരുഷന്മാരും ഉണ്ടായിരുന്നു. പൗലോസ് ബെറോവയിലും അള്ളാഹുവിൻ്റെ കലിമയെക്കുറിച്ച് വയലു പറഞ്ഞുവെന്ന് തെസ്സലോനിക്കക്കാരായ ജൂതർ അറിഞ്ഞപ്പോൾ അവർ അവിടെയുമെത്തി ജനങ്ങളെ പറഞ്ഞിളക്കി ഖിലാഫത്തുണ്ടാക്കി. ഉടൻ തന്നെ ഇഖ്വാനീങ്ങൾ പൗലോസിനെ കടൽ തീരത്തേക്ക് യാത്രയാക്കി. എന്നാൽ സീലാസും തിമോത്തിയും അവിടെ തന്നെ പാർത്തു. പൗലോസിൻ്റെ കൂടെ പോയിരുന്നവർ അവനെ അഥേനയിൽ കൊണ്ടുചെന്നാക്കി. സീലാസും തിമോത്തിയും കഴിയുന്നതും വേഗം പൗലോസിൻ്റെ ഖരീബിൽ എത്തിച്ചേരണമെന്ന് പൗലോസിൻ്റെ നിർദ്ദേശവുമായി അവർ തിരിച്ചു പോന്നു. പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് അഥേനയിൽ കഴിയുമ്പോൾ മദീന മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ്റെ കൽബ് വളരെ ബേജാറായി. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് ജൂതന്മാരുമായും മറ്റു ദീനികളുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായും പൗലോസ് തർക്കം നടത്തി. ചില എപ്പിക്കൂരിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും പൗലോസിനോട് തർക്കിച്ചു. ചിലർ പറഞ്ഞു, ഈ ഹംക്ക് എന്തു പറയാനാണ് തുടങ്ങുന്നത്? ഇവൻ ആലിഹത്തുകളുടെ പ്രചാരകനാണെന്ന് തോന്നുന്നുവെന്ന് മറ്റുള്ളവർ പറഞ്ഞു. കാരണം പൗലോസ് ഈസയെക്കുറിച്ചും അസ്ത്യാദത്തിനെക്കുറിച്ചും വയലു പറഞ്ഞിരുന്നു. അവർ അവനെ പിടിച്ച് അരയോപ്പാഗാസിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ചോദിച്ചു, നീ വയലു പറയുന്ന ഈ പുതിയ തഴലീമാത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത്. ഇവയുടെ മഴന എന്തെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. എല്ലാ അധ്യയനക്കാരും അവിടെ പാർത്തിരുന്ന വിദേശികളും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും അവരുടെ സമയം ചെലവഴിച്ചിരുന്നില്ല. അരയോപാഗസ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം വയലു പറഞ്ഞു, അഥേനയിലെ ജനങ്ങളെ, എല്ലാ വിധത്തിലും നിങ്ങൾ ദീനികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇതിലെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ പൂജാവസ്തുക്കളെല്ലാം കണ്ടു. മഅറൂഫിൽ മഅബൂദ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആ മഅറൂഫുൽ മഅബൂദിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് വയലു പറയുന്നത്. ഈ ദുനിയാവിനെയും അതിലുള്ള സകലത്തെയും പടച്ചവനായ അള്ളാഹു
ജന്നത്തിൻ്റെയും ഭൂമിയുടെയും റബ്ബുൽ ആലമീൻ മനുഷ്യൻ നിർമ്മിതമായ പള്ളികളിലല്ല വസിക്കുന്നത്. എല്ലാവർക്കും ഹയാത്തും ശ്വാസവും മറ്റു സകലതും കൊടുക്കുന്നവൻ. അവന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നതുപോലെ മനുഷ്യകരങ്ങളിൽ നിന്ന് അവന് ഖിദ്മത്ത് ആവശ്യപ്പെടുന്നില്ല. ആലം ദുനിയാവ് മുഴുവൻ പാർക്കാനായി അവൻ ഏക ഇൻസാനിൽ നിന്ന് സകല ജനതയെയും പടച്ചു. അവർക്ക് ജീവിക്കാനുള്ള കാലാവധികളും കൃത്യമായ സ്ഥലങ്ങളും നിർണയിച്ചു. ഇത് മനുഷ്യർ അള്ളാഹുവിനെ അന്വേഷിക്കുന്നതിനും സാധ്യമെങ്കിൽ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അള്ളാഹു നമ്മിലാരിൽ നിന്നും അകലെയല്ല. എന്തെന്നാൽ അവനിൽ നാം ജീവിക്കുന്നു, ചലിക്കുന്നു, നിലനിൽക്കുന്നു. നാം അള്ളാഹുവിൻ്റെ മക്കളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം അള്ളാഹുവിൻ്റെ മക്കളാണെന്നതിനാൽ ഇൻസാൻ്റെ സങ്കല്പവും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് അള്ളാഹുവെന്ന് വിചാരിക്കരുത്. ജാഹിലിയ കാലഘട്ടങ്ങളെ അള്ളാഹു കണക്കിലെടുക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും തൗബ ചെയ്യണമെന്ന് ഇൻസാനോട് വസിയത്ത് ചെയ്യുന്നു. കാരണം അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഇൻസാനിലൂടെ ദുനിയാവിനെ മുഴുവൻ നീതിയോടെ ഹിസാബാക്കാൻ അള്ളാഹു ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അവനെ മൗത്തായതിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് ഇതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. മൗത്തായരുടെ അത്യാദത്തിനെ പറ്റി കേട്ടപ്പോൾ ചിലർ അവനെ മക്കാറാക്കി. എന്നാൽ ചിലർ പറഞ്ഞു, ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് ഞങ്ങൾ പിന്നീടൊരിക്കലും കേട്ടുകൊള്ളാം. അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി. എന്നാൽ കുറേ ആളുകൾ അവനോട് ചേർന്ന് ഈമാൻ കബൂൽ ചെയ്തു. അരയോപകസുകാരൻ ദിയാനിസിയസും ദമാരിസ് എന്നു പേരുള്ള ബുർമയും മറ്റു ചിലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു.